നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിന് ഐഡൻറ്റിറ്റി നഷ്ടമായിരിക്കുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്സ് വ്യാപകമായിട്ട് ഇപ്പോൾ ഉയർത്തുന്ന കാര്യമാണ്. ആഞ്ചലോട്ടി ഇറ്റലിക്കാരനാണല്ലോ. അപ്പോൾ ഇറ്റാലിയൻ രീതികളോട് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ട്. ബ്രസീലിൻ്റെ അറ്റാക്കിംഗ് ഫുട്ബോളൊക്കെ എങ്ങോ പോയി മറഞ്ഞു. ജോഗോ ബൊനീറ്റോ അതിൻ്റെ മനോഹാരിതയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ബ്രസീൽ ടീമിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട് തന്നെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആഞ്ചലോട്ടിയോട് ഇന്ന് ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ കളിക്കാനിറങ്ങുന്നതിന് മുമ്പായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു. ബ്രസീൽ ടീമിന് ഐഡൻറ്റിറ്റി ഇല്ല എന്ന് പറയുന്നു. എന്ത് പറയുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, അത് ശരി, അത് വേണ്ട, അങ്ങനെയുള്ളൊരു വിലയിരുത്തൽ വേണ്ട, ബ്രസീലിന് ഒരുപാട് ഐഡൻറ്റിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് വൺ ഐഡൻറ്റിറ്റി അല്ല എനിക്ക് വേണ്ടത്. എൻ്റെ ടീം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ഡിഫെൻഡ് ചെയ്യണം, വിത്ത് ലോ ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യണം, അറ്റാക്ക് ചെയ്യേണ്ടപ്പോൾ അറ്റാക്ക് ചെയ്യണം, അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ ആ ക്വാളിറ്റിയുടെ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തണം, മുന്നേറ്റത്തിൽ അഗ്രസീവ് ആവണം, അതുപോലെ തന്നെ ദേറോൺ ഏരിയയിൽ അഗ്രസീവ് ആവണം. അങ്ങനെയാണ് ഞാൻ കളിപ്പിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി വെച്ചിട്ടല്ല കളിക്കുന്നത്. ഫുൾ അറ്റാക്കിങ് അല്ലെങ്കിൽ ഫുൾ ഡിഫെൻഡിങ്, അങ്ങനെയല്ല. വ്യത്യസ്ത ഐഡൻറ്റിറ്റികളാണ് ഈ ടീമിന് വേണ്ടത് എന്ന് പറയുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു എക്സ്പെക്ട് എ ക്ലിയർ ടീം ഐഡൻറ്റിറ്റി ഇവിടെ എൻ്റെ ടീമിൽ. കാരണം എന്താണെന്നറിയോ, എനിക്കത് വേണ്ടെന്നേ. ഒരു ടീം ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുട്ബോളിൻ്റെ ഘട്ടങ്ങളിൽ മികവ് പുലർത്താൻ പറ്റണം. അങ്ങനെയാണ് ഞാൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി വാദം വേണ്ട എന്ന് തന്നെ കോച്ച് പറഞ്ഞു. ഐഡൻറ്റിറ്റി വാദക്കാർക്ക് ശരിക്കും കൊടുത്തിരിക്കുകയാണ് ആഞ്ചലോട്ടി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യേണ്ടപ്പോൾ ഡിഫെൻഡ് ചെയ്യണം, ലോ ബ്ലോക്ക് ഡിഫെൻഡ് ചെയ്യണ ഘട്ടം വേണ്ടെങ്കിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യും. അറ്റാക്കിങ്ങിൽ അഗ്രസീവായി കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഐഡൻറ്റിറ്റീസ് പലരും അങ്ങനെ പറയാറുണ്ടല്ലോ. അതൊരു ഡിഫെൻഡിങ് ടീമാണ്, ഈ ടീം അറ്റാക്കിംഗ് ടീമാണ്. അവരുടെ ഒരു അറ്റാക്ക് എന്നൊക്കെ പറയും. അങ്ങനെയല്ല, അറ്റാക്കും ഡിഫെൻസും ചെയ്യേണ്ട പോലെ ചെയ്യണം. അതുകൊണ്ട് ഒരു ക്ലിയർ ടീം ഐഡൻറ്റിറ്റിയുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരണ്ട, ആ വാദവുമായിട്ട് വരണ്ട എന്ന് തന്നെ ആഞ്ചലോട്ടി വ്യക്തമാക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.